എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ യഹൂദൻ്റെ തളർപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 1947 ചാവുകടൽ തീരത്തുള്ള കുമ്രാൻ പ്രദേശത്തുള്ള ഗുഹകളിൽ നിന്നും ചില ചുരുളുകൾ ലഭിക്കുകയുണ്ടായി. ഒരു ആട്ടിടയനാണ് അത് ആദ്യം കണ്ടെത്തിയത്. തുടർന്നുള്ള തെരച്ചിലിൽ 11 ഗുഹകളിൽ നിന്നുമായി ചുരുളുകൾ ലഭിക്കുകയുണ്ടായി. ഒന്നാമത്തെ ഗുഹയിൽ നിന്നും 7 വലിയ ചുരുളുകൾ ലഭിച്ചു. തുടർന്നുള്ള പരിശോധനയിൽ അനേകം ചുരുളുകൾ ലഭിക്കുകയുണ്ടായി. പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങൾ അഥവാ സങ്കീർത്തനം, ഇയ്യോബ്, ആവർത്തന പുസ്തകം ഇങ്ങനെ ബൈബിളിലെ ഓരോ ഭാഗങ്ങളായിരുന്നു ചുരുളുകളായി കണ്ടെത്തിയത്. അത് നശിച്ചു പോകാത്ത വിധത്തിലുള്ള ക്രമീകരണങ്ങളോടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. 11ാമത്തെ ഗുഹയിൽ നിന്നും പനയോലകളാൽ പൊതിയപ്പെട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു മൺഭരണി കിട്ടി. അത് പരിശോധിച്ചതിൽ ശർക്കര പോലെ ഒരു പദാർത്ഥം അതിൽ സൂക്ഷിച്ചിരുന്നതായി കണ്ടു. അതിലൽപ്പം രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയതായി പറയപ്പെടുന്നു. അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ കാണുന്ന അഭിഷേക തൈലത്തിൻ്റെ ഘടകങ്ങളാണെന്ന് തെളിഞ്ഞു. ഒരു ചുരുളിൽ ഇന്നിന്ന വസ്തുക്കൾ ഇന്നിന്ന ഗുഹകളിലുണ്ട് എന്ന വിവരം ഉണ്ടായിരുന്നതായി പറയുന്നു. അനേക ചുരുളുകൾ വ്യത്യസ്ത വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കണ്ടെടുത്തു. ചിലത് തോൽ ചുരുളുകളിലും ചിലത് പേപ്പർ ചുരുളുകളിലും ആയിരുന്നു. ആലയത്തിലെ പാത്രങ്ങളുടെ വിവരങ്ങളും സ്വർണം, വെള്ളി മുതലായവ എവിടെ സൂക്ഷിച്ചിരിക്കുന്നതുമൊക്കെ ആ ചുരുളിൽ ഉണ്ടായിരുന്നു. AD 70 നടക്കുവാനിരുന്ന വലിയ സംഭവങ്ങളെ മുൻകൂട്ടി ഗ്രഹിച്ച് പുരോഹിതന്മാർ തന്നെ അവയെ ഭദ്രമാക്കി ആലയത്തിൽ നിന്ന് മാറ്റി സൂക്ഷിച്ചതാ എന്ന് കരുതുന്നുണ്ട്. പഴയ നിയമ പുസ്തകത്തിൽ എസ്തറിൻ്റെ പുസ്തകം ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. 1947 റെഡ് സീ സ്ക്രോളുകളുടെ കണ്ടെത്തലും 1948 യഹൂദന്മാരുടെ തളർപ്പും അഥവാ യെരുശലേം അവരുടെ അധീനതയിലായി തീരുന്നതുമൊക്കെ ദൈവത്തിൻ്റെ അതീവ കരുതലോടെയുള്ള നിയന്ത്രണം തന്നെയാണെന്ന് ഉറപ്പിക്കാം. 1948 മെയ് മാസം 14-ാം തീയതി യഹൂദർ യെരുശലേം സ്വതന്ത്രമാക്കപ്പെട്ടത് ടെൽ അവീവ് റേഡിയോയിൽ കൂടി പ്രസ്താവിച്ചു. UNO അത് അംഗീകരിച്ചു. ഇസ്രായേൽ ജനതയുടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ശുദ്ധീകരണ ജലം ക്രമീകരിക്കുന്ന വിധം സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിൽ കാണുന്നു. യഹോവ മോശയിൽ കൂടി അരുളി ചെയ്ത ന്യായപ്രമാണ വിധികളിൽ അത് കാണുന്നു. കളങ്കവും ഊനമില്ലാത്തതും നുകം വയ്ക്കാത്തതുമായ ഒരു ചുവന്ന പശുക്കിടാവിനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അറക്കണം. പുരോഹിതനായ എലയാസർ വിരൽ കൊണ്ട് അതിൻ്റെ രക്തം കുറേ എടുത്ത് സമാഗമന കൂടാരത്തിന് മുൻഭാഗത്തിന് നേരെ 7 പ്രാവശ്യം തളിക്കണം. അതിൻ്റെ ശേഷം പശുക്കിടാവിനെ അവൻ കാണെ ചുട്ട് ഭസ്മീകരിക്കണം. അതിൻ്റെ തോലും മാംസവും രക്തവും ചാണകവും കൂടെ ചുടണം. പിന്നെ പുരോഹിതൻ ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ എന്നിവയെടുത്ത് പശുക്കിടാവിന് ചുടുന്ന തീയുടെ നടുവിൽ ഇടണം. അനന്തരം പുരോഹിതൻ വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയ ശേഷം പാളയത്തിലേക്ക് വരികയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. അതിനെ ചുട്ടവനും വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. പിന്നെ ശുദ്ധിയുള്ള ഒരുത്തൻ പശുക്കിടാവിൻ്റെ ഭസ്മം വാരി പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വയ്ക്കണം. അത് ഇസ്രായേൽ മക്കളുടെ സഭയ്ക്ക് വേണ്ടി ശുദ്ധീകരണ ജലത്തിനായി സൂക്ഷിച്ചു വയ്ക്കണം. ന്യായപ്രമാണ യാഗത്തിൽ പ്രവൃത്തി ആവർത്തിക്കുന്നതിനനുസരിച്ച് ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കണം. എബ്രായ ലേഖനത്തിൽ ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. എബ്രായർ 10-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ 2000-ൽ പരം വർഷങ്ങളായി ചുവപ്പ് പശുവിൻ്റെ ഭസ്മം എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടാവണം. ഇതുവരെയും അത് കണ്ടെത്തിയിട്ടില്ല. ചുവപ്പ് പശു, ശീലോഹം കുളത്തിൽ നിന്നും വെള്ളം കൊണ്ടുവരിക ഇതൊക്കെയും ചോദ്യചിഹ്നങ്ങളായി അവശേഷിക്കുന്നു. 3ാമത്തെ ദേവാലയ പണിക്ക് യഹൂദൻ താൽപ്പര്യപ്പെടുകയും പുരോഹിതന്മാരെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയും സ്ത്രീകൾ വസ്ത്രങ്ങൾ തുന്നുന്ന പ്രവൃത്തി നടത്തുകയും ചെയ്യുന്നു എന്ന വാർത്ത പല സ്രോതസ്സുകളിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതുവരെയും അതൊന്നും സാധ്യമായിട്ടില്ല. യെരുശലേം ദൈവത്തിൻ്റെ നഗരമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യെരുശലേം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനത്തിൻ്റെ നഗരം എന്നാണെങ്കിലും വളരെയധികം യുദ്ധം നടന്നിട്ടുള്ള ഇടമാണ് അവിടം. യെരുശലേമിൻ്റെ ചരിത്രം വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ശക്തിയുടെയും ചരിത്രമാണ്.
വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് ദൈവം അവകാശഭൂമിയായി നൽകി. ദാവീദ് രാജാവ് അത് കൈവശമാക്കി. ദൈവത്തിന് ഭൂമിയിൽ വാസസ്ഥലം ഒരുക്കുവാൻ ആഗ്രഹിച്ച ദാവീദിൻ്റെ സമർപ്പണത്തെ മകൻ ശലോമോനിൽ കൂടി നിറവേറ്റി ആലയപ്പണി നടത്തി ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വസിച്ച ഇടമാണ് അത്. നീതിയോടെ ഭരിക്കുന്ന രാജാവ് യെരൂശലേം ഭരിക്കുമെന്നും യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചുവെങ്കിലും അശ്ശൂർ, ബാബിലോൺ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും രാജാക്കന്മാർ വന്ന് പിടിച്ചെടുത്ത രാജ്യമാണ് അത്. യേശുവിൻ്റെ ജനന മരണം നടന്നു. അതേ യെരൂശലേമിലൂടെ മരക്കുരിശും ചുമന്ന് നീതിയോടെ ഭരിക്കേണ്ടുന്ന രാജാവ് നടന്ന് ഗൊൽഗോഥ മലമുകളിലെത്തി. കുരിശിൽ 3 ആണികളിൽ തൂങ്ങപ്പെട്ടവനായി മരിച്ചതും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുമാണ്. പോയതുപോലെ മടങ്ങിവരും എന്നും പറഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത ഇടവുമാണ്. വാഗ്ദത്തം ചെയ്തവൻ ഇനിയും മടങ്ങിവരും. അതിന് 7 വർഷം മുൻപ് മധ്യാകാശത്തിൽ വന്ന് തനിക്കുള്ളവരെ റാഞ്ചിക്കൊണ്ടു പോകും. കുഞ്ഞാടാം യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എല്ലാം അക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. ആ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടുവാൻ നമ്മെ ഏവരെയും കർത്താവായ യേശു ക്രിസ്തു സഹായിക്കുമാറാകട്ടെ. ആമേൻ.